ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ മജീഷ്യനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളിൽ ഒരു മാജിക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സക്സസ് ആകുമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും അത് സക്സസ് ആകും. അപ്പോൾ ധാരാളം എനർജിയുള്ള കൈയാണ് ഇത്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങൾ വളരെ ഹീലിംഗ് പവറുള്ള ആൾക്കാരാണെന്നാണ്. ഹീലിംഗ് പവറും അതുപോലെ മാനിഫെസ്റ്റ് ചെയ്താൽ അപ്പോൾ തന്നെ അത് വർക്കാകും എന്നാണ്. പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ സന്തോഷമായിട്ടത് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഹാപ്പി മണി എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പറയുക, തിരിച്ച് ഇത് ഇരട്ടിയായിട്ട് എന്നിലേക്ക് വരണമെന്ന് പറയണം. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് നമ്മൾ പൈസയോടായിരിക്കണം പറയേണ്ടത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് വേണം നമ്മൾ പൈസ കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ സന്തോഷത്തോടു കൂടി പറയുക. അത് സന്തോഷത്തോടു കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരും. അത് വേറൊരു വഴിയിൽ കൂടി തിരിച്ചു വരും എന്നാണ്. കാരണം അത്രയും മാനിഫെസ്റ്റേഷൻ പവർ ഉള്ള ആളുകളാണ് നിങ്ങളെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ സമയം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ എഴുതി വെക്കുക. നമ്മൾ എഴുതി വെക്കുന്ന കാര്യത്തെ പ്രപഞ്ചം നടത്തിത്തരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ എഴുതി വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നല്ലൊരു ജോലി വേണമെങ്കിലോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനോ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ എത്രമാത്രം പോസിറ്റീവായിട്ടിരിക്കുന്നുവോ അത്രമാത്രം ഇതെല്ലാം ജീവിതത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം ഒരു മാജിക് സംഭവിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള കഴിവുകളും ഉണ്ടെന്നുള്ളതാണ്. അത് നിങ്ങൾ ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക. ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക് സംഭവിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ എല്ലാം ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളത് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഒരു ജഗ്ലിംഗ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്. ഇതിൽ കൂടുതൽ ആൾക്കാരും ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ ആണെന്നാണ് കാണുന്നത്. തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ 2 സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ഏതാണ് നല്ലതെന്ന് അറിയില്ല, ഏതിൽ പോയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഹെർമിറ്റിൻ്റെ ഒരു എനർജി ഉണ്ട്.
അപ്പോൾ നിങ്ങളിലേക്കൊന്ന് ഒതുങ്ങുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളെപ്പോഴും ഫിസിക്കൽ ബോഡിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളും നമ്മളുടെ സോളിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളുമുണ്ട്. നമ്മളുടെ സോളിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രാർത്ഥനകൾ, അതുപോലെ മെഡിറ്റേഷൻ. പിന്നെ സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി നിങ്ങൾ എടുക്കാതിരിക്കുക. മാത്രമല്ല ഇവിടെ നിങ്ങൾക്കൊരു വഴിവിളക്കാകുന്നു എന്നുള്ളതാണ്. നമുക്ക് വെളിച്ചമേകിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് വഴികാട്ടിയാകുവാൻ നമുക്ക് പറ്റുകയുള്ളൂ. അതുമാത്രമല്ല ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ശരിക്കും ഓപ്പൺ ആകുന്ന ഒരു സമയമാണ്. ഹാർട്ട് ചക്ര ഹീലിംഗ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു സ്നേഹവും പ്രകാശവും ഒക്കെ മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്നുവെന്നും കാണുന്നുണ്ട്. യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും മെഡിറ്റേഷനും എല്ലാം നല്ല കോൺസെൻട്രേഷൻ കിട്ടുമെന്നും അതുപോലെ അതിന് നല്ലൊരു ഫലം കിട്ടുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ കുറച്ച് കൂടുതൽ സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. പിന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം ചെയ്യുന്നുണ്ട്. ഇവിടെ 10 ഓഫ് വാൻസിൻ്റെയൊക്കെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അത് വളരെ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. കുറച്ച് സ്ട്രഗിൾ ചെയ്ത് കുറേ കാര്യങ്ങൾ നിങ്ങളിവിടെ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അത് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ തീർച്ചയായും കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ കുറേ ആളുകൾക്കും ഒത്തിരി തിരക്കുള്ളൊരു സമയമായിരിക്കാം. ഈ സമയം നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കുറേ ജോലികളുണ്ടാകും. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. നിങ്ങൾ മടി പിടിച്ച് മാറ്റി വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ ചെയ്തു തീർക്കും എന്നാണ് കാണുന്നത്. പിന്നെ ഇതിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം നിങ്ങൾ സ്വീകരിച്ചേക്കാം. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വർക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുമെന്നാണ് കാണുന്നത്. നിങ്ങൾ ഈ സമയം വളരെയധികം എൻജോയ് ചെയ്ത് എന്തോ ഒരു കാര്യം ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ ബിസി ആയിരിക്കും എന്നാണ്. പിന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ ഒരു നഷ്ടബോധത്തിലൊക്കെ ഇരിക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. മുന്നിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു എനർജിയാണ്. കാരണം നമ്മളിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു എനർജി. അതായത് നിങ്ങളുടെ നെഗറ്റീവ്സിൽ മാത്രം നിങ്ങൾ ഇവിടെ കുറച്ച് ആളുകൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിലൊരു നിരാശ ബാധിച്ച പോലത്തെ ഒരു എനർജിയിലാണ് നിങ്ങളിൽ ചില ആളുകളെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ആക്റ്റീവ് ആകുക എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് യാത്ര പോവുക, മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ ഇല്ലാത്ത എന്തോ ഒന്നിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഇവിടെ മാറി തുടങ്ങുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ഒന്ന് നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സാധ്യതകളെ ഒന്ന് കാണാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ കാണാത്ത എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വേറെന്തോ ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമല്ലായിരിക്കാം നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ വരാൻ പോകുന്ന ആ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതും പോലെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറം ഒരു സന്തോഷം, ദൈവത്തിൻ്റെ ആ ഒരു
കരുതൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ളൊരു മെസ്സേജ് കൂടിയാണ് ഇത്. അപ്പോൾ ഇവിടെ ശരിക്കും നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം മിസ്സിംഗ് ആണ്. ആ മിസ്സിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. എന്തെന്നാൽ അങ്ങനെ ചെയ്താൽ നമ്മുടെ മുന്നിലുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റാതെ വരും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങളൊന്ന് എഴുന്നേൽക്കുക എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ സംഭവിച്ചു പോയ നിങ്ങളുടെ തന്നെ ഒരു മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചതോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നഷ്ടപ്പെട്ടു പോയതോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് ഇതിലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ഏറ്റവും ബെറ്ററായിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ ഇവിടെ കാണാതിരിക്കുന്നു എന്നാണ്. ഒരുപാട് തരത്തിൽ പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇതിൽ റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നമായ ആൾക്കാർ, അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയത്, അങ്ങനെയുള്ള ആൾക്കാർ, പാസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഇപ്പോൾ നിങ്ങൾക്കുള്ള നന്മകളിൽ നിങ്ങളൊന്ന് നോക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ മുന്നിൽ എന്താണ് ഉള്ളതെന്ന് നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ അതൊന്ന് ഫോക്കസ് ചെയ്യാൻ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇത് നിങ്ങളുടെ ഒരു സോൾ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി കാർമികമായിട്ടുള്ളൊരു സോൾമേറ്റ് ആയിരിക്കാം. അപ്പോൾ നമ്മളോട് ഒരുപാട് ഇഷ്ടവും പ്രണയത്തോടും കൂടി നിങ്ങളെ ആരോ ഇവിടെ സമീപിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഇത് പാസ്റ്റിൽ നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തി, അത് ആരുമാകാം. അപ്പോൾ അവർ നിങ്ങളെ ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാവാം. നിങ്ങൾ കൂടെ വേണമെന്ന് ഒരുപാട് അവർ ആഗ്രഹിച്ചിരുന്നിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയും ഉണ്ട്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പിലൊക്കെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സക്സസ് ആകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു യാത്രയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്നും കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. മാത്രമല്ല അവരോടൊപ്പം നിങ്ങൾക്ക് സമയം ചിലവഴിക്കാൻ സാധിക്കും എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഒരു ഈഗോയും ഇല്ലാതെ നിങ്ങൾക്ക് സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നിങ്ങൾ വിചാരിച്ചതും ആഗ്രഹിച്ചതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സബലീകരിച്ച് നിങ്ങൾ വളരെ കൂളായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല മെഡിറ്റേഷൻ്റെ ഒരു എനർജിയും ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള ഒരു കാര്യവും അറിയാതെ നമ്മൾ ലോ മൈൻഡഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത്. സ്പിരിച്വലി നിങ്ങൾ വളരെയധികം ഒരു ഹയർ ലെവലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ പുതിയ തുടക്കമാണ്, നിങ്ങളിലേക്ക് പൈസ വരുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ ഒരു സമയം എന്നുള്ളതാണ്. ഈ ഒരു സമയം ഡിവൈൻ നിങ്ങൾക്ക് കുറേ അബൻഡൻസ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പ്രസൻ്റ്ലി നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും അഥവാ ഒരു പുതിയ പ്രോജക്റ്റ്, അത് എന്താണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ളൊരു അബൻഡൻസ് അതിൽ നിന്നും കിട്ടുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു സമയം ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ തുടക്കം തന്നെയാണ് കാണുന്നത്. ഇവിടെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്.
ഇതിലും ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളിതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു യാത്രയാകാം. നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യാൻ പ്രാപ്തരല്ലായിരുന്നുവെങ്കിൽ അതിന് നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ നിങ്ങളൊരു ലീഡറായിട്ട് നിന്ന് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഇത്തരത്തിലൊരു അനുഭവം ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ ചില കാര്യങ്ങളിൽ നിങ്ങൾ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിൽ വളരെയധികം കോൺഫിഡൻസോട് കൂടി ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഏതൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ പുതിയതായിട്ട് തുടക്കമിടുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിലൊരു സ്നേഹമാണ്. ഈ സമയം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു എനർജിയാണ്. അങ്ങനെ നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. മാത്രമല്ല ഈ സമയം നിങ്ങളിലേക്കൊരു പ്രണയം എത്തിച്ചേരാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ആരുടെയെങ്കിലും ഒരു മെസ്സേജോ കോളോ ഒക്കെ നിങ്ങളിലേക്ക് വന്നേക്കാം. നിങ്ങൾ പ്രണയിക്കുന്ന ഒരാളിൻ്റെ മെസ്സഞ്ചർ നിങ്ങളിലേക്ക് വരുമെന്നും കാണുന്നുണ്ട്. ചിലപ്പോൾ അത് മെസ്സേജ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കോളായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ വന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഇവിടെ തോന്നുമെന്നാണ് കാണുന്നത്. മാത്രമല്ല നിങ്ങൾ നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, എന്തോ സംതിങ് സ്പെഷ്യലാണ് ഞാൻ എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. അതുപോലെ പാസ്റ്റിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവരെ വേണ്ട വിധം മനസ്സിലാക്കാത്തത് മൂലം ഒരുപാട് ചതിയും വഞ്ചനയും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. എന്നാൽ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തിയുടെ സ്വഭാവം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരിങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഇവിടെ ഹാങ്ഡ്മാൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളോട് എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ മുൻകൂട്ടി മനസ്സിലാക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി ഇവിടെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക, നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യണമെന്നാണ് ഈ ഒരു ഏസ് ഓഫ് കപ്പ് പറയുന്നത്. അപ്പോൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തി നമ്മൾ തന്നെ ആയിരിക്കണം. നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് സോളാണ്. അപ്പോൾ അത് എപ്പോഴും മനസ്സിലാക്കണം. നമ്മളെ അവോയ്ഡ് ചെയ്തിട്ടല്ല നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കേണ്ടത്. നമ്മളെ വേദനിപ്പിക്കുന്ന ആ ഒരു പരിപാടി നിങ്ങൾ ഇനിയും ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ സെൽഫ് ടോക്കൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയം ഒരു പുതിയ ഐഡിയ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ പുതിയൊരു കാര്യം ഇവിടെ തുടങ്ങി വെക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഈ സമയം ബിസിനസ് സംബന്ധമായ കാര്യമോ, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന കാര്യമോ, അല്ലെങ്കിൽ ഒരു വീട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമോ ഒക്കെ ഈ സമയം നിങ്ങളുടെ പദ്ധതിയിൽ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. മാത്രമല്ല ചിലരത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ എംപറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഉത്തരവാദിത്തം അത് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു എനർജിയാണ്. അത് മറ്റുള്ളവർ ചെയ്യേണ്ടതല്ല, അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്കിവിടെ തോന്നി തുടങ്ങുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ സഹായങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് തീരുമാനിക്കുകയും
അതിനുവേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്യുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ച് നിർത്താനും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കാനും ഒക്കെ സാധിക്കുമെന്നാണ്. പാസ്റ്റിൽ നിങ്ങൾ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ അല്ലെങ്കിൽ മറ്റൊരാളുടെ സപ്പോർട്ടില്ലാതെ നിങ്ങൾ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അത്തരത്തിലുള്ള ചിന്തകൾ ഇവിടെ മാറിത്തുടങ്ങുകയാണ്. കാരണം മറ്റുള്ളവരുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ചിന്ത ഈ സമയം നിങ്ങൾക്കുണ്ട്. അപ്പോൾ മറ്റുള്ളവർ സഹായിച്ചാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നൊരു ചിന്ത നിങ്ങൾ വിട്ടുകളയണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരോട് സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടി നിങ്ങൾക്ക് പെരുമാറാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾ നിങ്ങളെ കൂടി കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊരു മെസ്സേജ് കൂടി ഇതിലും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നെങ്കിൽ ഹീലർമാരോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം വളരെ നല്ലതായിരിക്കും എന്നാണ്. നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു എനർജി ലെവല് നിങ്ങൾക്കൊന്ന് സ്റ്റഡി ആയിട്ട് വയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നും കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണെന്നും നിങ്ങൾക്കുള്ള ന്യൂനതകൾ എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളൊരു പ്രൗഡ് മൂവ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.